വെട്ടി വറുത്ത് തിന്നിട്ടേ എനിക്ക് പരിപാടിയുള്ളൂ. അതെ, ഇത് കണ്ടില്ല, ഇത്രയുണ്ട്, ഇത്രയുണ്ട്. ഇവന് കതിര ഒരു പീസ് അങ്ങ് എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ഇടണം? 2 യൂണിറ്റാണ്. അതായത് വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു മണിക്കഷ്ണം മണിയില്ല നമ്മളെ ഇത്രയുണ്ട്. നല്ല ഇഷ്ടം ഫിംഗർ മാർക്ക്. ഇന്നൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, നൈറ്റ് ഫിഷിങ്. ഞങ്ങൾക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നായിരുന്നു, എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. ആ ചെമ്മീനെ വീട്ടിൽ കൊണ്ട് വറുത്തടിച്ചാണ് കണ്ണിൽ ഫ്ലാഷ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ പോരട്ടെ, ഞാനിവിടെ മാറണം. നീ മാറണ്ട, നീ അവിടെ തന്നെ നിൽക്കണം. അവനെ കണ്ണനാ, കണ്ണൻ്റെ ചൂണ്ടാണ് ഞാൻ കയറിയാണ്. ദിസ് ഈസ് കതിര. എന്നാ വീഡിയോ ഇല്ല ഇല്ല എന്താ ചെയ്യല എനക്കുണ്ടോ? ഓക്കെ കിട്ടിയാ? ഓക്കെ പൊട്ടെ. പതിയെ എടുക്കണം, എനിക്ക് കിട്ടണ പോലും ഇല്ല. പൂരിയാണോ? ആ കതിരാണ്. എടുത്തോ. വറുത്ത് ടച്ചിങ്സ് ആക്കാനുള്ള വീഡിയോ കണ്ടിട്ട് ഒരു ചാനലുകളാണ്. ആരെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും കണ്ടിട്ട് അല്ലേ ഞങ്ങളുടെ ചാനൽ വരെ ഗതികേട് നിങ്ങളുടെ വീട്ടുകാരെ കാണുമ്പോൾ ട്രൂ സീക്കേഴ്സ്. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഗായിട്ട് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാൻ ഇതിനകത്തൊരു സ്കിപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടായില്ല. നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നിക്കല്ലേ, കടലിൽ ഞങ്ങൾ മീനിനെ ഇട്ട് വളർത്തുന്നില്ല. അത് തന്നെ, അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തോന്നുന്നു. മെമ്മറി ഫുള്ളായാലും മീനിനെ കൊണ്ടല്ലാണ്ട് ഈ സാധനം കരക്കാടെടുക്കുന്നതല്ല. ഓക്കെ, എന്നെ വേത്ര വിളിക്കല്ലേ, എവിടെ തന്നെ എടുത്തോട്ടെ. എടാ എനിക്ക് പതിയെ വിളിക്കണേ. എവിടെ ചത്ത് പിടക്കടാ പിടക്കണത് ഇവനെന്താ പിടക്കാത്? ആ പഠിച്ചോ പോട്ടെ. ഇതെന്ത് പിന്നെ? കുട്ടൻ. ആ കുട്ടൻ ഐസിട്ട കുട്ടനല്ലേ ചേട്ടാ? ലൈവ് സാധനം, ഫ്രഷ് സാധനം. കിട്ടിയ മീൻ ഞങ്ങൾ അവസാനം കാണിക്കാം. ഓക്കെ, ഞങ്ങൾ അവസാനം വരെ വീഡിയോ കണ്ടോ? ഈ വീഡിയോ പോയാ വെള്ളത്തിൻ്റെ പുറത്തായോണ്ട് ഊരി എടുത്തു. കുത്തി കയറിയാ? എവിടെ കാണിച്ചേ? ഈ ഓരോ വന്നില്ല. യെസ്, ഓക്കെ. ചൂണ്ട കൈയൊക്കെ കണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഇപ്പം ഒന്നര 1:30 നമ്മൾ ഏതാണ്ട് 10:30 11 മണിക്കാണ്ട് വന്നാന്ന്. ഇവനാണ് കതിരാൻ. 10 മണിക്കാണ്ട് വന്നല്ലേ? 10 മണിക്കൊണ്ട് കയ്യേ അത്ര ചെറുതൊന്നുമല്ല. ടോർച്ച് വെച്ച് കാണിച്ചു തരാം. ടോർച്ചിനേലും വലിപ്പമുണ്ട്. നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ എടുത്തിട്ട് ഇവൻ്റെ ഈ തോല് ചെറുതായിട്ട് കളയണം. കളഞ്ഞിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. നേരെ ഓക്കെ.
നമുക്ക് കിട്ടിയ കുറച്ച് മീനിനെ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം, പക്ഷെ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ, അതായത് ആ മീനിൻ്റെ ആ ഒരു ഭംഗി പോണതിന് മുമ്പായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് കതിര. ജീവനുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അതായത് ഏകദേശം കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്രയുണ്ട് കേട്ടോ, കണ്ടോ ഇത്രയുണ്ട്. നല്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഫിംഗർ മാർക്ക്, ഇതാണ് ഫിംഗർ മാർക്ക്. മീന പിന്നെ വേറൊന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടനുണ്ട്, കുട്ടൻ. ഉണ്ട്. ഇതാണ് കുട്ടൻ. കുട്ടൻ അറിയാമല്ലോ, അതന്നെ നമ്മുടെ തട്ടയിലൊക്കെ നമ്മളിന്ന് മേടിക്കാമല്ലോ ഇടയ്ക്ക്. അതൊക്കെ പച്ച സാധനം. ഇത്രയാണ് അപ്പോൾ നമുക്ക് കിട്ടുക. ഇത് അവിടെ നിറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുടഞ്ഞിട്ട് കാണിച്ചു തരാം. കടലിൽ കൂടെ ഒഴുകി വന്നൊരു കുട്ട വള്ളക്കാരനൊന്നുമില്ല ഇത്. പക്ഷേ ഇപ്പോഴൊന്നും പോയല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് പറഞ്ഞ് വരുന്നത്, കാരണം ഇതുണ്ടല്ലോ ഒരുപാട് നാളായിട്ട് കടലിൽ കിടക്കണം. ഇത് കണ്ടാൽ അറിയാം, റോപ്പയിലൊക്കെ പോലെ എത്തിലൊക്കെ പിടിച്ച് സംഭവം. പക്ഷെ പൊളിയാട്ടോ. പക്ഷെ ഇതിൻ്റെ മൂടൊരു ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്, കണ്ടോ മൂട് പൊട്ടിപ്പോയതാ. പക്ഷെ നമുക്ക് തയ്ച്ചെടുക്കാം എന്തെങ്കിലുമൊക്കെ. അതെ, നേരെ എറിഞ്ഞ് കടലിൽ കൂടെ നേരെ ഒഴുകി നടക്കുമായിരുന്നു, നേരെ എറിഞ്ഞ് അവനങ്ങ് എടുത്ത്. നമ്മൾ ഏകദേശം 10:30 വന്നാണ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ മീനാണ്ടാവും. ഇന്നലെ വന്ന് ഒന്നും കിട്ടാഞ്ഞാണ് ഇപ്പോൾ കിട്ടിയുള്ളതെന്നൊന്നും എഴുതിയിരിക്കുന്നു. നല്ല സൂപ്പർ കതിര. ഇവനെ അങ്ങോട്ട് പൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കൻ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് കിട്ടിയത്. അതിനോടത്ത് കൊട്ടയും കിട്ടി കേട്ടാ. അരികൊട്ടയാണ് ഞങ്ങൾ എറിഞ്ഞ് പിടിച്ചെടുത്താ കടലിൽ ഒഴുകി കിടന്നിട്ട്. കതിരാൻ. അപ്പോൾ നമുക്ക് ഇനി ഇവനെ കൊണ്ടുപോയി നേരെ വെട്ടി അങ്ങോട്ട് വറുക്കാം. എന്താ അത് തന്നെ, വെട്ടി വറുത്ത് തിന്നിട്ടേ എനിക്ക് പരിപാടി ഉള്ളത്. അതെ, ശനിയാഴ്ച രാത്രി ഇങ്ങനെ കാണുമ്പോൾ കുറച്ചോളം തോന്നുന്നു കേട്ടോ. പക്ഷേ ഇതൊരു സംഭവം ഒരു 1.5 കിലോ അല്ല 1.5 കിലോ ഇല്ലടാ. ഞാൻ പറഞ്ഞത് അങ്ങനെ കണക്ക് കൃത്യം പറഞ്ഞു, അത് ശരിയാകത്തില്ല. 1.5 കിലോ ഇത് കണ്ടില്ല, ഇത്രയുണ്ട്. ഇത്രയുണ്ട്. ഇവനുമൊക്കെ ഇത്രയുണ്ട്. കണ്ടോ കൈയൊക്കെ മൊത്തം അഴുക്കായി. 2, 4, 6, 8, 10, 12, 15, 18, 19. 1.5 കിലോ സാധനമുണ്ട്. ഇല്ല 1.5 കിലോ ഒന്നും കാണത്തില്ല, 1 കിലോ കൂടുതലുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് തൂക്കി നോക്കാം. നല്ലോണം ബാബു. അപ്പോൾ നമ്മൾ പിടിച്ചിട്ട് വന്ന മീനാണ്. ഇപ്പം സമയം 3 മണി, അല്ല 3 മണിയല്ല, 2:45. 2:45. നമ്മൾ ഈ 2:45 കൊണ്ടുവന്നാൽ ഇവനെ ഇന്ന് തന്നെ അടിക്കും. കാര്യം ഫ്രഷ് മീനാണ്. പിച്ചാത്തിക്ക് പിടിയില്ല. പിച്ചാത്തിക്ക് പിടിയില്ല. ഇത് കല്ലിട്ട് തേച്ചെടുക്കുന്ന മീനാണെന്നോ അല്ലേ? നിങ്ങൾക്കറിയാൻ പറ്റും. എനിക്കൊറ്റ കാര്യം അറിയാം, ഇത് കുറച്ച് മീനാണ്. മത്തിക്ക് 500 രൂപ വിലയുള്ളപ്പോഴാണ് നമുക്ക് കതിരാൻ കിട്ടിയേക്കുന്നത്. തോപ്പിക്കാൻ പറ്റിയതാണ്. അതെ, തോപ്പിക്കാൻ പറ്റില്ല. നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. ഡെയിലി മീൻ കൂടിക്കൊണ്ടിരുന്നത് ഞങ്ങളിപ്പോൾ മീൻ മേടിക്കാറില്ല. അതെ, ഡെയിലി അല്ല. നേരത്തെ മത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്കൊക്കെ മത്തി ഇഷ്ടമല്ല. ഇപ്പം എന്താ പറയാ, ആളൊന്നും 2 മത്തി. ചോറിനെ കൊണ്ട് മത്തി ഇറത്തി വെച്ചിരുന്നിട്ട് ഞാനായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ടൊരു റീൽ കണ്ട് ഞാൻ എനിക്ക് മനസ്സിലാക്കാം. അത് ഇന്നലെ ഇതുപോലെ ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് ആ ചെമ്മീൻ ഞാൻ വറുത്ത് നിന്ന്. ചെമ്മീൻ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ ഇങ്ങനെ പരിപാടി എന്ന് അറിയാൻ പറ്റില്ല. അപ്പം അത് വറുത്ത് നിന്ന്. പക്ഷെ ഇന്ന് കണ്ട, ഇന്ന് സക്സസ് ആണ്. നമ്മൾ 19 മീനിനെ പിടിച്ചേക്കണം. അത്യാവശ്യം വലിയ കതിരാൻ. ഇനി നമ്മളിതിനെ വറുത്തടിച്ചിട്ട് നമ്മൾ ദിവസം നമ്മൾ സെറ്റാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ള് കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായി നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ ലൈക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഷെയർ ചെയ്യേണ്ട, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഈ ചാനൽ ശരിക്കും ഞങ്ങളുടെ ഒരു ഗൂഗിൾ ഡ്രൈവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവ് അല്ല,
ഇപ്പോൾ ഐക്ലൗഡ് ഫുള്ളായി, ഗൂഗിൾ ഡ്രൈവ് പറഞ്ഞ ഫുള്ളായി. അപ്പോൾ ഈ സാധനം എന്ന് വെച്ചാൽ ഒരിക്കലും തീരത്തില്ല, അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര ഡേറ്റ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് വയ്ക്കാം. നമുക്ക് തന്നെ പിന്നെ എടുത്ത് കാണാമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കണ്ടു അല്ലേ? അങ്ങനെയല്ലാണ്? ഇല്ലില്ല, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഇപ്പം തന്നെ AdSense ഒക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ അതൊന്നും കൊടുത്തിട്ടില്ല. നമ്മളൊരു പരസ്യം പോലും വരത്തില്ല. ഇനി നമുക്ക് തെണ്ടി കുത്തുവാള എടുത്ത് ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ആഡ് വരെ പിന്നെ ഓഫ് ചെയ്തായിരുന്നു. ഫേസ്ബുക്കിൽ എനിക്ക് പ്രൊഫഷണൽ മോഡിലും ആഡ് വന്നായിരുന്നു, ഞാനത് ഓഫ് ചെയ്തിരുന്നു. ആഡ് മാത്രമല്ല വന്നു, എനിക്ക് $2 വരെ തിരിച്ചു വന്നു. അല്ല നമ്മളെ പിന്നെ ഇപ്പൊ മീനൊക്കെ സെറ്റാക്കി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മാറ്റി അല്ല വേറെ പിന്നെ അത്യാവശ്യമുള്ള കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഈ കാണുന്ന സീൻ എടുക്കുന്നത് നമ്മുടെ ഐഫോണിലാണ്. ഇതിന് മുമ്പത്തെ വരെ സീൻ എടുത്തത് സാംസങ്ങിലാണ്. രണ്ടും തമ്മിലുള്ള ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അല്ല പറഞ്ഞിട്ടും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അല്ല എന്താ വെച്ചിട്ടേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് വറുക്കാന്നുള്ള പ്ലാനിലാണ്. എനിക്ക് ശരിയാണ്, എനിക്ക് ഓർമ്മ ഉണ്ടാകത്തില്ല. നമ്മളിത് വറുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്, അതിനു വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഞാനിത് ഫ്ലാഷ് ഓൺ ആക്കാൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലൈറ്റ് കുറച്ച് കുറവായിരിക്കും, ഇടയ്ക്ക് കൈയൊക്കെ വരും. അപ്പൊ വറുക്കാൻ വേണ്ടി ചെയ്തപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വറുക്കാനുള്ള പ്ലാൻ മാറ്റി നമ്മളിത് മുളകിട്ട് കറി വെക്കാം എന്നാലോചിക്കും. എനിക്ക് കൂടുതൽ വീഡിയോ എടുത്തിട്ടിരിക്കാതെ ചെന്നിട്ട് കുറച്ച് സവാള അത് കഴിക്കും. അപ്പൊ ആര് ക്യാമറ മതി, ക്യാമറ കഴിയുമ്പോൾ എടുക്കാം. അല്ല സവാള അരിയണൊക്കെ എടുക്കട്ടെ. സവാള കരിയുന്നവർക്ക് അറിയാവുന്നവരെ സവാള അരിയാതെ എന്നാ കഴിയുന്നത് 6 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 വെളുത്തുള്ളി. പിന്നെ അവിടെ 2 സവാള. ഇവിടെ പഴയ ഇരിപ്പുണ്ട്, അതും കൂടി നമുക്ക് ഇടാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലെ വാഴ വേണ്ട. അതെ 5. ശരി സോറി, ഞങ്ങളുടെ വീട്ടിലുണ്ടായ നമ്മുടെ നട്ട് വളർത്തുന്ന വാഴ 5 വെച്ചോളൂ. ഇവിടെ 5 വെച്ചു. ഇത്രയും സാധനങ്ങൾ ഞാൻ അരിയുന്നതോടുകൂടി ഞാനൊരു പ്രതിജ്ഞ എടുക്കും. നമ്മുടെ ചാനലിൽ അടുത്തായിട്ട് വരുന്നത് സവാള ചോപ്പ് ചെയ്യണ ഒരു മെഷീൻ, അതും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാക്കിയിരിക്കുന്ന. കാരണം എനിക്ക് ശരിക്കും എനിക്ക് പണി തന്നെയാണ്. എല്ലാം നീ മീൻവെട്ടിന് വരായിട്ടേ വെളുത്തുള്ളി അച്ചാറിന് പോലും ഇത്രയും വെളുത്തുള്ളി എടുക്കാൻ 2 വെളുത്തുള്ളി, ഈ ഇഞ്ചി, ഈ ഉള്ളി പൊളിച്ച് ഇടുമ്പോഴത്തേക്കും നേരം വെളുക്കും. ഇപ്പൊ സമയം 3:30, 5 മിനിറ്റ്, അതാണ് 25. അപ്പൊ എനിക്ക് തന്ന ജോലിയും തീർത്ത് ഞാൻ ഈ ടേബിളും സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനകത്തുള്ളത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും മീനിന് ഇത്രയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇഞ്ചിയുടെ ചതച്ച് തെറ്റാക്കി വെച്ചേക്കും. എന്താ അത് കളഞ്ഞാ പോരാ, നമുക്ക് തിന്നേണ്ട സാധനമല്ല. എടാ അത് കളഞ്ഞാ പോരാ നമുക്ക്. ഇതൊരു മാതിരി ഇഞ്ചി ചതച്ചാൽ വേണ്ട, നമുക്ക് അത് കളഞ്ഞാൽ പോരാ. നമുക്ക് ആ വെള്ളത്തിൽ വരും, ഫ്ലേവർ പോരാ നമുക്ക്. അടുത്ത എന്താണ് ചട്ടി പോവുകയാണ്. അല്ല മച്ചാമാരി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മീൻകറി ഉണ്ടാക്കാനാണ്. മീൻ കഴിക്കാൻ കടന്ന് വിടത്തില്ല ആൾക്കാർ. ഇടുവോളാം ഇല്ലെന്ന് അവളിതിലേക്ക് കട കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തിറ്റോളം കേട്ടോ. ആരും എന്ന് പറഞ്ഞാൽ കടന്ന് നിലത്ത് കഴിഞ്ഞാൽ മറ്റേ വഴക്കുണ്ടാവുന്നത്. ഇത് പറഞ്ഞ് അതിന് പറയാൻ മതി.
അത് പറഞ്ഞേ ഇല്ലേ അടുത്ത തന്നെയാണ് തെളിയുമ്പോൾ ഞാൻ കടുകടുത്ത് ബെന്താടി അവിടെ തന്നെ വഴക്കി അടുത്ത തന്നെ ശമ്പളം പറ ഒരു രൂപ ഉള്ള സാധനം മുഴുവൻ ഇട്ടു. അവിടെ നമ്മളില്ല മറ്റേ മുളക് പൊടി ഉണ്ടോ അതുകൂടി ഇടുക എന്റെ നമ്മള് ബജി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചത്. നിങ്ങൾ ഈ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ പിന്നെ അടുത്തായിട്ട് 2 ഉരുളക്കിഴങ്ങ് കൂടെ ഇടാം. 2 ഉരുളക്കിഴങ്ങ് കൂടെ ഇടാം. ഉരുളക്കിഴങ്ങ് മീൻ കറിയാ ഇറക്കിയാവും. എന്നാ പിന്നെ ആ ഒരു പഴം കൂടി ഇടും. എന്താ മീൻകറി ആഘോഷിക്കണം. മൂത്താൻ വയ്ക്കും. ഇന്ന് പോയാ ഉരുള പൊട്ടി തെളിക്കുന്നുണ്ടോ മതി. നീ എവിടെയെങ്കിലും മറ്റേ വേദന കുറച്ചുണ്ടോ? എവിടെയെങ്കിലും ഓക്കെ. ഇനിയിപ്പോ വേപ്പല വരയ്ക്കാണ് നമ്മുടെ പരിപാടി. എവിടെയെങ്കിലും ഇട്. ഇട്ടോ പച്ചവളം ഇഞ്ചിയൊക്കെ ഇട്ടോ, ഞാൻ വേപ്പല കുറച്ചിട്ട് തരാം. പച്ചവളം ഇഞ്ചി ഇടണോ എനിക്ക് പണ്ടാര എങ്കിൽ പിന്നെ കാണിച്ചേക്കാം. ഇട്ടാ പച്ചവളം പിന്നെ സവാള സൗണ്ട് കേൾക്കണ്ടോ? ആ ഇഞ്ചിയും സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കണ്ടായിരുന്നു മണം. എന്റെ പിന്നെ എല്ലാം മണമല്ലേ? പിന്നെ മണം എനിക്ക് പ്രത്യേകിച്ച് മണമൊന്നും തോന്നില്ല ഇവിടെ. ഏപ്രിലാണോ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല മൂക്കണ വരുന്നുണ്ടോ? ഞങ്ങൾ കൊച്ചി ഇവിടെ എല്ലാം കാവലിക്കൊണ്ട് മാക്കപ്പ കൊച്ചപ്പാ ആളത്ത് കളിപ്പില. നോ വരുവാടാ ദേ വരുവാ. വേപ്പല ഇല്ല. ഞാൻ പണ്ടെങ്ങാണ്ട് കണ്ടതാ അവിടെ. മാക്ക് ചാച്ചാ ചാച്ചി മാക്കി ചാച്ചി ചാ വേപ്പല അവിടെ ഒന്നും ഇല്ലടേ. ഒന്ന് പോടാ. കാപ്പാടെ ചെറിയ തയ്യെന്നാ എടുക്കണം. ഒരെണ്ണം എടുത്താ പോറാ. മാക്കിടാ എടുത്തോട്ടെ. ടൈം രണ്ടെണ്ണേ എടുത്തിട്ടുള്ളു. തിരുമ്പ അപ്പം ഉടങ്ങി കിട്ടും. എനിക്ക് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് 19 മിനിറ്റാണ് കിട്ടിയത്. ഏകദേശം ആ 19 മിനിറ്റിനേക്കാളും കൂടുതൽ സവാള ഇഞ്ചിയും പച്ചമുളക് വെച്ചിട്ടുണ്ട്. കഴിക്കണം. ആ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കടക്കിച്ചു. ശരി വേണ്ട. മല്ലിപ്പൊടി ഈ ക്യാനത്തുള്ളതല്ലേ? അത് മല്ലിപ്പൊടി ഇല്ല കേട്ടോ. എവിടെ ഇറച്ചി? മുളകുപൊടി ഇറച്ചിരിപ്പുണ്ട്, മല്ലിപ്പൊടി ഇറച്ചിരിപ്പുണ്ട്. പിന്നെ എന്താണ് ആ മല്ലിപ്പൊടിയാ മുളകുപൊടി രണ്ട് കയ്യിലിടാൻ പുറത്ത് മല്ലിപ്പൊടി പുറത്തി മുളക് പൊടിയാ. എടാ മഞ്ഞപ്പൊടി ഇവിടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കണ്ണനാള് പെശായി കേട്ടാ കണ്ടു. ഞങ്ങളെ തുടങ്ങണ്ട പോക്കല്ലേ തീ 3 മണിയാ പോകണ. തീ കുറക്കടാ.
ചാറ് കുറഞ്ഞു, അത് കുറഞ്ഞോട്ട് നീ അരിക്കുള്ളി വെള്ളം ഒഴിക്കില്ല. എടാ ഞാൻ ആരെങ്കിലും തീമത്തപ്പോ ചിക്കൻ ചെമ്മീൻ വരത്തില്ല. ഇവിടെ മല്ലിപ്പൊടി കാണാതിരിക്കും, ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല. മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി. കുഴപ്പമൊന്നുമില്ല. അല്ല ഇട്ടെന്നാ അത് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. അല്ല അപ്പൊ തക്കാളി ഉണ്ടേ? തക്കാളി കൊടുക്കില്ല. നമുക്ക് തീവ്രം പറഞ്ഞാൽ കൈകളുള്ള അത് കഴിഞ്ഞു. മഞ്ഞപ്പൊടി സാധനം എല്ലാ മസാലയും ഉണ്ടാവും, നല്ല കരിഞ്ഞു നോക്കില്ല. മല്ലിപ്പൊടി അത്രയിടാ, എന്തോന്നത് മല്ലിപ്പൊടിയാണ്. അപ്പൊ പിന്നെ ശരിയാണ്, നമുക്ക് ആ ചെമ്മീനെ ചൂണ്ടിട്ട ചെമ്മീൻ ഞാനിന്ന് പറഞ്ഞില്ലേ, അതായിരുന്നു ഇതിനേക്കാൾ നല്ലത്. മല്ലിപ്പൊടി മൂത്ത് വരുന്നുണ്ട്. അതിന്റെ കളർ ഉണ്ടാവാനാ, കളർ കൂട്ടാൻ വേണ്ടി മാവോട് കൊടുക്കുന്നുണ്ട്. അത് തിന്നാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്ന് അപ്പെടുത്തു അടപ്പെടുത്തു അതിന് കണക്കുണ്ട്. പഴയ ഇടണം. പഴം ഇത്ര മീൻകറി മസാല ഇതാണ് നമ്മുടെ മസാല. ഇതാണ് ഇന്ത്യ അറിയപ്പെടുന്ന മസാല സോഡ. ഇന്ത്യ അറിയപ്പെടുന്നില്ല ഇവിടെ നിയന്ത്രിക്കുന്ന മസാല സോഡ ആൾക്കാർ ജീവിച്ചു. മറ്റേ ഒരാൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ ഒന്ന് കുടിച്ചിട്ട് അഭിമാനത്തോടെ അയാളുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിനക്ക് കുടിച്ചത്. ഇപ്പൊ അവിടെ കോഴിക്കോട് ജില്ലത്തിൽ പോയ പോയാ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം. ഉണ്ടാക്കി ചെയ്തൊരു കാര്യമല്ലേ അങ്ങനെയല്ലേ. ആ കൂടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇട്ടാലും ഇറങ്ങിയിട്ടല്ലേ നമ്മൾ അരിഞ്ഞ് ചെയ്യാൻ തക്കാളി കല്ല ആക്കണം. തക്കാളി ഇതിനകത്തേക്ക് കുറച്ച് വെണ്ടയ്ക്ക് മറ്റേ മുരിയക്കോലും ഒന്നും ആക്കില്ല. മീൻ സവാളയും കൂടി അരിഞ്ഞാക്കി സാമ്പാറാക്കി. മീൻകറി മീനാണ് നമുക്ക് ഇഷ്ടം തന്നെ, അടിപൊളിയായിരിക്കും. ഇല്ല ഇല്ല, നമുക്ക് അതേപോലെ കഴിക്കും. വെള്ളമാണോ തേങ്ങ? പുളി വെള്ളം തേങ്ങ ഇതിങ്ങനെ നമ്മൾ കറക്റ്റല്ലേ ചട്ടി കഴിയാൻ പിടിക്കുന്നുണ്ടോ? ഇല്ല പിടിക്കുന്നില്ല. അതാണ് കഴിവ്. അടി വേണം. ഇതില്ലേ നിങ്ങൾ തന്നെ ഇതാണ് മീൻകറിയുടെ ഗ്രേവിയില്. നീ ഇതിനകത്തൊക്കെ പുള്ളിവെള്ളം ചെറിയ പുല്ല് കൂട്ടുക കണ്ടല്ലേ. സവാള ഏതാണ്, തക്കാളി ഏതാണ്, ഇഞ്ചിയാണ്, ആ ബ്ലോക്കൊന്നും ആയിരിക്കും സമയം. ഇപ്പൊ ഏകദേശം 4 മണി, രാവിലെ 4 മണി, വൈകുന്നേരം അല്ല, രാവിലെ 4 മണി. പുളിവെള്ളം നമ്മുടെ പുളിവെള്ളം ഉണ്ടോ? കുടംപുളി നമ്മുടെ വീട്ടിലുണ്ടായ കുടംപുളിയാണ്. അത് ഉണക്കി സെറ്റാക്കിയത്. നമ്മൾ അത് ഒഴിച്ച് കൊടുക്കും. അതിനുശേഷം ഇളക്കി വിടും. എന്നാലും നിന്റെ ഈ കളറിലാണ് ഈ കളർ. ആ ശരിയാണ്, ശരിക്കും ഇതിന്റെ റിയൽ കളർ ഈ കളറല്ല. ഇതൊരുമാതിരി ബീഫ് കറിയുടെ കളറായി, പക്ഷേ ചട്ടിയുടെ കളർ ഒരുമാതിരി റെഡാണ്. ഫ്ലാഷിന്റെ ലൈറ്റിലാണ് പുളി ഫ്ലാഷിന്റെ ഇതുണ്ട്. പൊന്നെ ഒന്നും പറയാനില്ല.
പൊന്നളി സുധാകര മാറിക്ക്. വേറെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ കറിയിരിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണേ. നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത്, നിങ്ങൾക്ക് ഇതുപോലെ കിട്ടത്തില്ല. കുടിവെള്ളം ഒഴിച്ചു പച്ചവെള്ളം ഒഴിച്ചു കുടിവെള്ളം തന്നെ ഒഴിക്കണം. ഇവരുണ്ടാക്കുന്ന സകല കറിക്കും വെള്ളത്തിൻ്റെ അംശം ഭയങ്കര കൂടുതലായിരിക്കും. ശരിക്കും അങ്ങനെയല്ല മോനെ. മീനിടായ പറ്റുമ്പോൾ റെഡിയാവണം. പിന്നെ ഇട്ടാ പോരെ. കുറച്ച് കൊഴുത്ത ഗ്രേവി. ഞാൻ മറ്റേ നമ്മള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ അടിയിൽ കൊടുക്കത്തില്ല. ഈ സാധനം ഇത് എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. ദയവേത് നിങ്ങളാരും ട്രൈ ചെയ്ത് ഞങ്ങളിത് വിജയിക്കും. കാര്യം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം. അതെ, ഞങ്ങളത് ടൈമിംഗ് ഉണ്ട്, ഓരോ ടൈമിംഗ് ഉണ്ട്. സെക്കൻഡുകളുടെ വ്യത്യാസം നിങ്ങൾ വളരെ തീർന്നു. അല്ല, ഇത് ഞങ്ങളിപ്പോ കണ്ടുപിടിച്ച റൈറ്റാണ്. ആണോ? അയ്യോ, ആ പാത്രം വെച്ചടച്ചു വെക്കില്ല. പാത്രകത്ത് എണ്ണ ഒഴുകണം. നീ ആദ്യം അടക്കാനുള്ള പാത്രം കണ്ടുപിടിക്കാറ് കറക്റ്റാണ്. നമ്മൾ ഷെഫ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് അടക്കാനുള്ള പാത്രം കൊണ്ടുപോയിട്ട് ചട്ടിയുടെ അകത്തേക്ക് പോയി. ഇതൊരിക്കലും ചെറുതാവില്ല. ആരും നമ്മളെ ഉരുളി നടപ്പില്ല. ഏകദേശം തിളച്ചിട്ടുണ്ട്. സ്പൂണെ ഫുള്ള് എന്നെ ആ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ മുഴുവൻ കണ്ട സ്പൂണെ കണ്ട്. എടുക്കല്ലേ? കീട്ടോ, മാരിക്കോ, തട്ടിക്കോ. നമ്മള് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് നമ്മൾ. നീ പറഞ്ഞ പ്രശ്നമുണ്ടോ? നീ അത്ര ഇത്രയും സാധനം ഉണ്ടല്ലേ, ഇത്രയും മീൻ ഇട്ടിട്ട് നമ്മുടെ ചാറ് ഏകദേശം ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് ചാറ് അതിനകത്ത് മുങ്ങിയൊന്നും കഴിക്കണം. ശരിക്കും നമ്മുടെ ഈ മീനിന്റെ പേരായിരുന്നു കതിര. ഈ കതിരാൻ കറിയിക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാലി പൊള്ളിക്കാണ് ചെയ്യുന്നത്. ഈ 3-3.5 തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് ഇത് മുളകിലാണ് ഉപയോഗിച്ചത്. മുളകല്ല, നമ്മുടേതായ ഒരു പ്രിപ്പറേഷനാണ്. അപ്പം ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പറയണം. പറ്റിയായിട്ടുള്ള കാര്യം നമ്മൾ പറയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നുണ്ട് കളി? സംഭവം സെറ്റാണ്. ഇനി ഞങ്ങൾക്ക് ചോറിലേക്ക് ഒഴിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാര്യമൊന്നുമില്ല. അത് കുറച്ച് ഇതിന്റെ മേളിലായിട്ട് നമ്മുടെ ചൂട് കതിരാൻ കറി. ഏതാണ് ചൂട് കതിരാൻ കറി. ചൂട് കതിരാൻ കറി അങ്ങനെ പറയാം. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ ഇളക്കരുത് പൊടിഞ്ഞു അതുകൊണ്ട് നമ്മൾ വലിയ പങ്കുപാടുന്നില്ലാണ്ട് കുറച്ച് കതിരാൻ കറിയാൻ വേണ്ടിയിട്ട് ഒരു 4 കഷ്ണം വെച്ചിട്ടുള്ളത്. കാണാൻ ഭംഗിയുള്ളൊരു പീസ് അവര് കിട്ടിയിട്ടില്ല. നോക്കട്ടെ കിട്ടുമെന്ന്. ഒരു കറി കതിരാൻ വെട്ടാഞ്ഞെന്ന് എനിക്ക് മനസ്സിലാടാ. വെട്ടാത്ത കയറുന്ന പൊക്കിട്ടല്ലേ ശേഷം ചാറോളി അവിടെ ബാക്കി കറികൾ തരണം കേട്ടാ. അല്ല അതൊക്കെ എല്ലാം വേണ്ടത് അല്ലെങ്കിൽ മെനക്കെടും. ഇതിൻ്റെ കൂടെ കുറവുണ്ടല്ലോ. ഓക്കെ, ഇതല്ല ആൾക്കാരെയൊക്കെ നീ കഥ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ ഉച്ചക്കത്തെ പണി പാടിയില്ല. കുറെ ഉണ്ടല്ലോ. ചീത്തേൻ്റെ ഇല്ല, കുറെ ഉണ്ടല്ല. കത്തിരിക്ക തീയ കിച്ചടി മതി. ഓക്കെ,
കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആനട്ടിടെ കുഴപ്പമില്ല. അപ്പോൾ അതെ കതിര ഒരു പീസ് അങ്ങ് എടുത്തിട്ട് ചൂട് 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 പുകയ്യ അപ്പോൾ നമ്മളിത് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ ചാറിൻ്റെ ചോറിൻ്റെ അകത്തോട്ട് ചാറൊന്ന് പുരട്ടിയാണ്ട് വെച്ചിട്ട് മോനെ നല്ല ടേസ്റ്റ്, നല്ലോണം നടുപിടിച്ച്. സമയം 4:25 അല്ലേ? 10 കൂടെ പരിപാടി തീർത്ത് ഒരു രക്ഷയില്ല. സൂപ്പർ കറി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.